അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അമ്മയെയും ജസീനയെയും കാണാനില്ല എന്നുള്ള സത്യമത അവൻ മനസ്സിലാക്കുന്നു. അവനാകെ ദേഷ്യപ്പെട്ടു. പെങ്ങളോട് ചോദിച്ചു, ഡീ, അവൻ്റെ എത്രയോ വയസ്സിന് മൂത്തതാണ്, എന്നിട്ട് പോലും ഒരു ബഹുമാനമില്ലാതെ. എന്താ രാജേഷേ, എവിടെയടി എൻ്റെ തള്ളിയും എൻ്റെ നാത്തൂനും? രാജേഷേ, സംസാരിക്കുന്നതിൽ അല്പം മാന്യത വേണം. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയേ. എനിക്കതൊന്നും അറിയണ്ട, എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞാൽ മതി. എവിടെയാണ് അവർ? അതിനെക്കുറിച്ച് പറ. ഞാൻ കണ്ടിട്ടില്ല, ഞാനിപ്പോൾ അത് നോക്കി നടക്കല്ലേ. അവരെവിടേക്കും പോയിക്കണോന്നൊക്കെ. വാണി ഇവിടെ ഉണ്ടാവും, നോക്ക്. ചേച്ചി എന്ന് മുതലേ കളവ് പറയൽ തുടങ്ങിയത്? ചില അവസരങ്ങളിൽ കളവ് പറയേണ്ടതായി വരും. അല്ലെങ്കിൽ എൻ്റെ കാട്ടാളന്മാരെ പോലത്തെ ആങ്ങളാരുടെ ഇടയിൽ ജീവിച്ചു പോണ്ടേ? ചേച്ചിയുമായി വഴക്കിടുവാൻ ശ്രമിക്കുകയാണ്. രാജേഷേ, ഈ എന്നോടൊന്നും ചോദിക്കണ്ട. ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല, ഞാനൊന്നിനും കൂട്ടി നിന്നിട്ടുമില്ല. ഞാൻ എന്നോട് പറഞ്ഞോ അവളങ്ങോട്ട് കെട്ടി വലിച്ചുകൊണ്ട് കൊണ്ടുവരാനേ? ഇല്ലല്ലോ. ഈ എൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുവന്നു, ഈ എൻ്റെ ഇഷ്ടത്തിന് ടൂറ് പോയി, എന്തൊക്കെ പ്രശ്നങ്ങളാക്കി തിരിച്ചു വന്നു. ഇപ്പോൾ ഈ ഓളെ തരിക, കണ്ട ഈ ഓളെ കൊല്ലാൻ നടക്കല്ലേ? ഓളെ മാത്രമല്ല, ഓളെ വയറ്റിലുള്ള കുഞ്ഞിനെയും കൊല്ലണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാജേഷിൻ്റെ സ്വപ്നങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവളെങ്ങാനും വീട്ടിൽ നിന്ന് പോകാൻ ശ്രമിച്ചാലുണ്ടല്ലോ, എല്ലാത്തിനും ഞാനേ പറയിപ്പിക്കണ്ട എന്നെക്കൊണ്ട്. രാജേഷേ, നിരപരാധികളായ ആളുകളെ എന്തിനെങ്ങനെ ഇടങ്ങാറാക്കണ്? അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. എന്തിഷ്ടം? ഞാൻ താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ്, അവൾ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടവളാണ്. അല്ലാതെ അവളെ ഇഷ്ടങ്ങളല്ല ഇവിടെ നടക്കുക. അവൾ എൻ്റെ പെണ്ണാണ്, അവൾ എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുക. പറയടി, സത്യം പറ. എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചത്? പോലെ എങ്ങോട്ടാണ് പോയത്? അതെനിക്കറിയണം. അറിയില്ല രാജേഷേ, എന്നോട് ചോദിക്കാൻ വരും വേണ്ട. ദേ, എൻ്റെ കയ്യിലിരിക്കണം എന്താ എനിക്കറിയോ? ആ കത്തി കാണിച്ചുകൊണ്ട് അവളെ പേടിപ്പിക്കുന്നു. ദയവായി ഈ എന്നോട് ഒന്നിനും വരണ്ട. ഞങ്ങളൊന്നുമില്ല. എൻ്റെ ഭർത്താവ് മരിച്ച പാവം മക്കളായിട്ടാണ് ഞാൻ ഇവിടെ കഴിയണത്. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ തൊഴിലുറപ്പിലൊക്കെ പോയിട്ട് എൻ്റെ കുടുംബം പോറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ദയവായി. എടി, എൻ്റെ 2 മക്കളെയും ഉണ്ടല്ലോ ഞാൻ. രാജേഷേ, പ്ലീസ്, അവരൊന്നും ചെയ്യരുത്. എനിക്ക് ആരുമില്ല. ആ മക്കൾ വളർന്നത് വലുതായിട്ട് വേണം എനിക്ക് ജീവിക്കാൻ. അല്ലാതെ എനിക്കൊരു തണിയായിട്ടും തുണയായിട്ടും ആരുമില്ല. പിന്നെ ഉള്ളത് നീയല്ലേ. നിൻ്റെ സ്വഭാവം ഇതൊക്കെ തന്നെ. എന്താണ് എൻ്റെ സ്വഭാവത്തിന് കുഴപ്പം? അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ പെൺകുട്ടിയോട് ചോദിച്ചാൽ പോരെ? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ കുട്ടിയെ അതാ അവൻ പിടിച്ചു വലിക്കുന്നു. രാജേഷ്, പ്ലീസ്, എൻ്റെ കുട്ടിയെ തൊട്ടു പോരുത്. അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പൊറുക്കൂല. എൻ്റെ ഏട്ടൻ്റെ ആത്മാവ് നിന്നോട് ഒരിക്കലും പൊറുക്കൂല. എൻ്റെ കുട്ടിയെ ഒന്നും ചെയ്യരുത്. ദയവായി എൻ്റെ കാല് ഞാൻ പിടിക്കാം. ഓ, അങ്ങനെ വഴിക്കുവാ. എന്താ പറ, എവിടേക്കാണ് അവർ പോയത്? അപ്പോൾ പേടിയൊക്കെ ഉണ്ടല്ലേ രാജേഷിനെ? പിന്നെന്താ, കൺമുമ്പിൽ വെച്ച് കുട്ടിയെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ നിൽക്കുമ്പോൾ ആരായാലും അപ്പോൾ അവളുടെ നാവ് പിന്നെയും പൊന്തുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ ശരിയായിക്കോളാം. പറ, എവിടെയാണവർ? ഞാനിവിടെ വൈകുന്നേരം ആവുമ്പോൾ ഇവിടെ കാവലിരുന്നിട്ട് അപ്പോഴൊന്നും അവർ രക്ഷപ്പെടാതെ രാത്രി ഞാൻ പോകാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു അല്ലേ? എനിക്ക് മനസ്സിലായി, എൻ്റെ അടുത്ത് വന്ന ഒരു തെറ്റായിപ്പോയി. പക്ഷേ ഓളെ ഞാൻ അങ്ങനെ വിടില്ല. ഓളെ കണ്ട് പിടിച്ചിട്ടേ നിൽക്കുള്ളൂ. കരുതിക്കോളി എല്ലാവരും. വെറുതെ വിടാമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. പെട്ടെന്നതാ ദൂരെ നിന്ന് ഇരുട്ടത്ത് അമ്മ കയറി വരുന്നു. അവൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കാമായിരുന്നു. അമ്മ അത് കേട്ട് ഞെട്ടിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഫ്രണ്ടിലൂടെ കയറിയാൽ ചോദിക്കും. അമ്മ പതുക്കെ അടുക്കള ഭാഗത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ചെന്നു. ആ വാതിലിന് അടുത്തേക്ക് ഒന്ന് ചാരിയിരുന്നെങ്കിൽ ഒന്ന് കയറാമായിരുന്നു എന്ന് അമ്മ കരുതി. പതുക്കെ വാതിൽ തള്ളി നോക്കി. മോളും മോനും ആ ശബ്ദമൊന്നും കേൾക്കുന്നേയില്ല. പതുക്കെ ഭാഗ്യം, വാതിൽ കുറ്റിയിട്ടിട്ടില്ല. വാതിലിൻ്റെ ശബ്ദം കേൾക്കുമോ എന്നവർ ഭയന്നു. മനസ്സിൽ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വാതിൽ പതുക്കെ തുറന്നു. അവർ പെട്ടെന്ന് അകത്തേക്ക് കയറി. അമ്മയുടെ റൂം അടുക്കളയുടെ വാതിലിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ പതുക്കെ ആ റൂമിലേക്ക് അങ്ങ് കയറി. പകുതി ആശ്വാസമായി. അവനും അവളും അവിടെ എന്താ കച്ചറ കൂടുക. ദൈവമേ, പകുതി ആശ്വാസമായി. ആ കുട്ടി എവിടെ എത്തിയാവോ? രക്ഷപ്പെട്ടോ? എന്തോ ആവോ? വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു. ആ കുട്ടിക്ക് രാജേഷ് എല്ലാ വാതിലും തള്ളി തുറക്കുകയാണ്. എവിടെയാണ് അവൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അമ്മയുടെ വാതിൽ തള്ളി തുറന്നു. അമ്മ അവിടെ മിണ്ടാതെ കിടക്കുകയായിരുന്നു. തള്ളേ, ഇവിടെ സുഖമായി കിടന്നുറങ്ങായിരുന്നോ? അപ്പം ഞാനിവിടെ ചോദിക്കണം പറയുന്നത് കേൾക്കുന്നില്ലേ? പറയേ, എവിടെയാണ് നമ്മളെ കൊണ്ടുപോയിട്ടത്? എങ്ങോട്ടാണ് പറഞ്ഞു വെച്ചത്? രാജേഷേ, ഈ എന്തേ പറയണത്? കുട്ടിയെ അപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ?
ഞാനങ്ങനെ അറിയാനാ? ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവിടെ എന്താ നടന്നത് അതെനിക്കറിയണം. എല്ലാം നശിപ്പിക്കാൻ ഒരു പെങ്ങളും അമ്മയും കൂട്ടുണ്ടല്ലോ. മകൻക്ക് കുറച്ച് പൈസ കയ്യിലാണ് ഇവരെ ആഗ്രഹമില്ലാത്ത ചെറ്റകൾ. അമ്മയും പെങ്ങളെയും കണക്കിന് അവൻ ചീത്ത പറയുന്നു. രാജേഷ് ആരൊക്കെ വന്ന് കൊണ്ടുപോയി. ആഹാ, ആരാ കൊണ്ടുപോയത്? അപ്പം നിങ്ങൾ അങ്ങോട്ട് വിട്ടയച്ചു അല്ലേ? കാവൽ നിർത്തിയിട്ട് ഇവിടെ നിർത്തിയ പട്ടികളെ പോലും. ഛേ, വേണ്ടില്ലായിരുന്നു. നിങ്ങൾക്ക് പകരം 2 പട്ടികളെ ഇവിടെ കെട്ടിട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടുമായിരുന്നു. പറയ്, എങ്ങോട്ടാണ് അവൾ പോയത്? ആരാ കൊണ്ടുപോയത്? അതെനിക്കറിയണം. അതറിയാതെ നിങ്ങളെ ഞാൻ വിടില്ല. ആ അമ്മയെ ശിക്ഷിക്കുന്ന വിധത്തിൽ രാജേഷ് അവരുടെ മുറിക്കകത്തേക്ക് കയറി ചെല്ലുന്നു. പറയ്, പെറ്റ തള്ളായിപ്പോയി. അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ. എന്താടാ കാട്ടാളത് കാട്ടിക്കോ. കുറേ സഹിച്ചിക്കണ് എൻ്റെ തല്ലും അടിയും കുത്തൊക്കെ. പലപ്പോഴും വിചാരിച്ചിക്കണ് അച്ഛൻ്റെ കൂടെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്ന്. പക്ഷേ ഇങ്ങനൊരു സന്തതിനെ ഇവിടെ ഇട്ടിട്ട് പോയില്ലേ. ഒരു സമാധാനത്തോടുള്ള ജീവിതം അതിനുശേഷം ഉണ്ടായിട്ടില്ല. തള്ളേ, നിങ്ങളെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇപ്പോൾ കണ്ടില്ലേ, ഒരാളെ പറഞ്ഞയച്ചേക്കുക. അതൊക്കെ എൻ്റെ ചെറ്റത്തിലാ നിങ്ങൾ ചെയ്യുന്നത്. സ്വന്തം മകൻക്ക് സപ്പോർട്ടില്ലാത്ത അമ്മ ഉണ്ടാവുമോ? അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സ്വഭാവം ഇങ്ങനായി മാറിയത്. രാജേഷ് പ്ലീസ്, ആ കുട്ടി ആരെങ്കിലും വന്ന് കൊണ്ടുപോയിക്കോട്ടെ. നിനക്കെന്താ? അവൾ എൻ്റെ ഭാര്യയാണ്. ഞാൻ താലി കെട്ടിയ പെണ്ണിനെ ആരെങ്കിലും കൊണ്ടുപോകാൻ സമ്മതിക്കോ? പിന്നെ അവളെൻ്റെ പൊന്മുട്ടയിടുന്ന താറാവാണ്. അവളെ എങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ പിന്നെ വെച്ചേക്കില്ല കേട്ടോ. വീണ്ടും അവൻ്റെ പഴയ ഭീഷണി സ്വരം മുയങ്ങുന്നു. അമ്മ പറഞ്ഞു, ആ ഓല് വന്ന് കൊണ്ടുപോയി ഓല കുട്ടിനെ. നീ ഇങ്ങനെയൊക്കെ കാട്ടുന്നപ്പോൾ അറിയോ? പിന്നെ രാജേഷേ, നിനക്ക് വേണ്ടി പോലീസിൽ കേസ് കൊടുക്കൂട്ടോ. അവർ നിന്നെ പിടിച്ചു കൊണ്ടുപോയിരിക്കും. ഓഹോ, അതിന് മാത്രം ധൈര്യമുള്ളൊന്നും ഇവരല്ല. അതേ, അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്ന പെണ്ണാണ്. അതുകൊണ്ട് അവൾ ഉത്തരവാദിത്തം എനിക്ക് തന്നെയാണ്. പിന്നെ പൈസ എറിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. എൻ്റെ ബോസിനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറയും. പുഷ്പം പോലെ ഞങ്ങളുടെ ഇറങ്ങിപ്പോരും. എന്താ നിങ്ങളെന്താ വിചാരിച്ചത്? എൻ്റെ ബോസ് ചില്ലറക്കാരനാണോ? ഹേയ്, കോടീശ്വരനാണ് അയാൾക്ക് എന്തെങ്കിലും സന്തോഷം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പെണ്ണിനെ അയാൾക്ക് വിട്ടുകൊടുത്തത്. ഇത് അതിന് നിൽക്കാതെ രക്ഷപ്പെടുക. എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് അവൾ ആ കുഞ്ഞിനെയും ഗർഭം ചുമന്ന് നടക്കുന്നത്? വല്ല ആവശ്യമുണ്ടോ? എനിക്ക് അവൾ ആരോഗ്യമുള്ള ശരീരമാണ് വേണ്ടത്. അല്ലാതെ ഗർഭിണിയായാലും കുട്ടി ഉണ്ടായാലും താരാട്ട് പാടലെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രാജേഷേ, തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയാണ്. ഈ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ. അതിനിപ്പോൾ എന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ് അത് എൻ്റെ കുഞ്ഞാന്നുള്ളത്? രാജേഷേ, അനാവശ്യം പറയരുത് കേട്ടോ. നിങ്ങൾക്ക് അറിയായിട്ടാണ് എൻ്റെ ബോസും എൻ്റെ കൂട്ടുകാരൊക്കെ അവളുടെ കൂടെ എത്രയോ കഴിഞ്ഞിട്ടുണ്ട്. രാജേഷ്, അനാവശ്യം പറയരുത്. ആ കുട്ടി അത്തരക്കാരിയല്ല. ഓഹോ, അപ്പോൾ മരുമകളുടെ ബാച്ചാണ് നിങ്ങളൊക്കെ അല്ലേ? അവൾ ഒരു തെറ്റും ചെയ്യാത്തവൾ. അങ്ങനെയാണെങ്കിൽ പെറ്റ തള്ളനെയും തന്തനെയും വിട്ട് അവൾ ഇറങ്ങിപ്പോരുമോ എൻ്റെ കൂടെ? നിങ്ങൾ അവൾ അത്ര അങ്ങോട്ട് നല്ലത് ചമയിപ്പിക്കണ്ട. എല്ലാവരെയും വിട്ട് കുടുംബത്തിന് കൂട്ടക്കാരൊക്കെ വിട്ട് അവൾ എൻ്റെ പോലെ പുഷ്പം പോലെ അങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. അതെന്താ? അതാണ് അവളുടെ നല്ല സ്വഭാവം? അതാ കുട്ടിയുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് അങ്ങോട്ട്. എന്ത് ബുദ്ധിയില്ലായ്മ? ഒരു ബുദ്ധിക്ക് കുറവില്ല. പഠനത്തിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അവൾക്ക് ബുദ്ധിയുണ്ട്. അവൾക്ക് കിട്ടുന്നു കണ്ടപ്പോൾ അവൾ പോന്നു. അതിനെന്താ? പറ്റാനുള്ളതൊക്കെ പറ്റി. ഇനി ഒരു കുട്ടിക്കും ഇങ്ങനൊരു അബദ്ധം പറ്റാതിരിക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ ഓരോന്ന്. നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞ് നൈസായി മുങ്ങാൻ നോക്കണ്ട. എനിക്ക് അവളെ കിട്ടണം. അമ്മയുമായി ബഹളം വെക്കുകയാണ് രാജേഷ്. പെങ്ങളും മക്കളും പേടിച്ച് നിൽക്കുകയാണ്. ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്ന് അവർക്ക് അറിയാമായിരുന്നു. എൻ്റെ ദൈവമേ, നിൽക്കുന്ന സ്ഥലത്ത് വീട്ടിൽ വിശ്വസ്തത ഇല്ല ഞാൻ പിന്നെ എന്താ അതിൻ്റെ അർത്ഥം? എനിക്കറിയുന്നില്ല. എൻ്റെ മോളെ മക്കളെയും വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിരുന്നു എവിടേക്കെങ്കിലും. നീ ഇവിടെ നിന്നോ ഒറ്റയ്ക്ക്. മരുമകനും പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചുപോയി. അതൊക്കെ നിങ്ങളെ കയ്യേൽപ്പ് കൊണ്ട് മാത്രമാണ്. പെണ്ണുങ്ങളായാലേ കുറച്ചൊരു മാനമര്യാദ വേണം. മകനറിയാത്ത സംഭവങ്ങളൊന്നും ഇവിടെ നടക്കാൻ പാടില്ല. എന്താ രാജേഷ് ഇവിടെ നടന്നത്? അവരവരുടെ കുട്ടീനെ വന്ന് കൊണ്ടുപോയിനോ? ആരാ? ഓളമ്മയും ബാപ്പയും വന്നിനോ അങ്ങോട്ട് കുട്ടീനെ കൊണ്ടാകാനേ? അവളെ ഉമ്മയും ബാപ്പയാണെന്ന് എനിക്കറിയില്ല. ജസീന മോൾ എവിടെ ചോദിച്ചു കൊണ്ടുപോയി. അവളിപ്പോൾ സുരക്ഷിതമായൊരിടത്തായിരിക്കും. ആരാ കൊണ്ടുപോയത് നിങ്ങൾക്ക് അറിയില്ലല്ലേ? കരുതി കൂട്ടിക്കൊണ്ട് എന്തിനാ തള്ളേ ഇങ്ങനെ എന്നെക്കൊണ്ട് വേണ്ടാത് പറയിപ്പിക്കണേ? ഉള്ള സത്യം കണ്ട് തുറന്നു പറഞ്ഞൂടെ? അവൻ്റെ ശബ്ദം കൂടിക്കൂടി വന്നു. അയൽവാസികൾക്കെല്ലാം അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പലപ്പോഴും പല ദിവസങ്ങളിലും എല്ലാവരും ഓടി വരും. പക്ഷേ അന്ന് എല്ലാവരും വിചാരിച്ചു അതെന്നും ഉണ്ടാകണമെന്നല്ലേ. അവിടെ ഒച്ചപ്പാടും ബഹളവും എന്നും ഉണ്ടാവും. ഒരു നൊയിഞ്ഞു പോയി കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങനൊരു സാധനം വന്ന് കള്ളുടിച്ചിട്ട് വർത്താനം പറയാനോ
ഓരോന്ന് അനാവശ്യം പറയാൻ. കുട്ടികളൊക്കെ അത് കേട്ട് പേടിക്കണേ ഓൻ്റെ ഒച്ചപ്പാട്. നല്ലൊരു പെൺകുട്ടി. ആ കുട്ടിക്ക് ഏത് സമയത്താണ് ഓൻ്റെ കൂടെ ഇറങ്ങിപ്പോരാൻ തോന്നിയത്. എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികൾ. ഒരു തിരിഞ്ഞു മറിഞ്ഞു ആലോചിക്കാതെ സ്വന്തം ഇഷ്ടത്തിനാണ് തീരുമാനം എടുത്തത് തന്നെ ഉണ്ടാവില്ല എല്ലാ പെൺകുട്ടികൾക്കും. ഒരു നിമിഷം അവനൊന്ന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്നുവരെ ആ അമ്മ വിചാരിച്ചു. പക്ഷെ ദിനംപ്രതി ആരോഗ്യം കൂടിക്കൂടി വരികയാണ്. എന്നാൽ ഈ സമയം രാത്രിയുടെ ആ യാമങ്ങളിൽ അവളാകെ പേടിച്ച് നടക്കുകയാണ്. അമ്മ കയ്യിൽ തന്ന ആ ഒരു സ്നാക്കും വെള്ളവും അത് കുടിച്ചു തീർന്നു. ഇപ്പോൾ നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ട്. എങ്ങോട്ട് പോകണം എന്നറിയുന്നില്ല. ആ ഒരു ബസ് ഒരു പക്ഷേ പോയിരുന്നെങ്കിൽ ബസ്സിൽ എവിടെങ്കിലും എത്തിച്ചേരാമായിരുന്നു. രാജേഷിൻ്റെ ഫ്രണ്ടിനെ കണ്ടതുകൊണ്ട് പേടിച്ചിറങ്ങി. എന്തൊക്കെ തന്നെ നിർദ്ദേശം കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെയും അവരുടെ കെണിയിൽ പെട്ട് ഞാൻ ആകെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ സ്വയം അങ്ങനെയൊരു തീരുമാനമെടുത്തു. ചുരിദാറാണ് വേഷം, അതും ഹാഫ് കൈ. അതൊക്കെ അവിടുന്ന് രാജേഷിൻ്റെ വീട്ടിലത്തവർ എടുത്തതാണ്. ഒരു നിമിഷം അവൾ ആലോചിച്ചു പോയി, ഒരു പർദ്ദ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെയാകുമ്പോൾ കൂടുതൽ സേഫ്റ്റി ആകുമായിരുന്നു. കുറച്ച് നടന്നപ്പോൾ അതാ അവിടെ ഒരു നിസ്കാരപ്പള്ളി കാണുന്നു. അതിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള സൗകര്യം എന്നുള്ളൊരു ബോർഡ് കണ്ടപ്പോൾ അവൾക്ക് അല്പം ആശ്വാസമായി. അവൾ പെട്ടെന്ന് അതിനകത്തേക്ക് കയറിപ്പറ്റി. പക്ഷേ ലൈറ്റ് ഇട്ടിട്ട് അത് ഓണാവുന്നേയില്ല. അവൾ ഒരു നിമിഷം മനസ്സിൽ പഠിച്ചവനെ വിചാരിച്ചു, റബ്ബേ, ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം, എങ്കിലും എൻ്റെ അവസ്ഥ കൊണ്ട്. പെട്ടെന്നതാ ഒരാൾ അങ്ങോട്ട് വരുന്നു. എന്താ? അത് അവിടെ മെയിൻ ഓഫാക്കിയതാണ്. രാത്രിയൊക്കെ എല്ലാവരും വന്ന് ഇട്ടിട്ടേ അവിടെ പള്ളിയിലെ ഏതോ ഒരു ഉസ്താദ്, അദ്ദേഹം ആ ഒരു മെയിൻ സ്വിച്ച് ഓണാക്കി കൊടുത്തു. നിസ്കരിച്ച് വേഗം ലൈറ്റ് ഓഫാക്കി പോകണം കേട്ടോ. പലരും ഇങ്ങനെ നിസ്കരിക്കാൻ വന്നിട്ടേ ഒക്കെ ലൈറ്റും ഇതൊക്കെ ഓണാക്കി ഫാനൊക്കെ ഇട്ടിട്ട് പോവുകയാണ്. ഞങ്ങൾക്കും പോണ്ടേ ഉറങ്ങാൻ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്തു പോയാൽ സുഖമാണ്. മറ്റെന്താണെന്ന് വെച്ചാൽ അത് പ്രയാസമാണ്. പള്ളിൻ്റെ സ്വത്തല്ലേ, നമുക്ക് വെറുതെ കേടുവരുത്താൻ പറ്റൂലല്ലോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ അവൾ എന്ന് തലയാട്ടി വേഗം പള്ളിക്കകത്തേക്ക് അവൾ ഉളൂഹ് ചെയ്തു. അവിടെയാകെ മുസല്ലയാകെ നിരത്തി വെച്ചിട്ടുണ്ട്. ആ കാർപ്പറ്റിൽ അവൾ ഒരു നിമിഷം ഇരുന്നു. പഠിച്ചോനെ, ഞാൻ നിസ്കരിച്ചിട്ട് എന്ത് കാര്യമാണ്? എൻ്റെത് പഠിച്ചോ സ്വീകരിക്കുമോ? കാരണം ഞാൻ കാഫിറായി പോയില്ലേ. ഞാനൊരു തെറ്റായ വലിയൊരു കാര്യം ചെയ്തില്ലേ? ഇല്ല, ഒരിക്കലും പഠിച്ചോ സ്വീകരിക്കൂല. ഞാൻ എന്താ ചെയ്യുക? അവൾ നിസ്കാരക്കുപ്പായം എടുക്കട്ടെ എന്ന് കരുതി. വേണ്ട, പരിശുദ്ധമായതാണത്, ഞാനതിട്ട് ഒരിക്കലും അത് കേടുവരുത്തുന്നില്ല. വേണ്ട, ഇങ്ങനെ എന്നെപ്പോലുള്ള പിഴച്ച പെണ്ണുങ്ങൾക്കുള്ളതല്ല അതൊന്നും. അവൾ അവിടെ കണ്ട ആ ഒരു പർദ്ദ ധരിച്ചു. ചെറിയ ആ ഒരു ഡ്രസ്സ്, ഷാള് പോലും ശരിക്കും വലിപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഡ്രസ്സ് ധരിച്ചുകൊണ്ടായിരുന്നു അവൾ ഇറങ്ങിയിരുന്നത്. ആ പർദ്ദ കണ്ടപ്പോൾ അവൾക്ക് വളരെയധികം ഒരു സേഫ്റ്റി തോന്നി. അവൾ ആ പർദ്ദ അണിഞ്ഞു. പക്ഷേ ഒരു നിമിഷം അവൾ കൊതിച്ചു, തൻ്റെ ഉമ്മ ഇടുന്ന ആ ഒരു ഹിജാബ് അതുണ്ടായാൽ ഏലെങ്കിലൊക്കെ പോവായിരുന്നു. ആരും എന്നെ കാണില്ലായിരുന്നു, അറിയില്ലായിരുന്നു. രക്ഷപ്പെടാൻ ഇത്രക്കും നല്ലൊരു വസ്ത്രം വേറെ ഏത് മതത്തിലാണുള്ളത്? എനിക്ക് അവിടെ കണ്ട ആ ഒരു ഷാള് അത് അവളെടുത്തു. അത്യാവശ്യം വലിപ്പമുള്ള ഷാളായതുകൊണ്ട് തന്നെ പർദ്ദയുടെ മേൽ അത് പുതച്ചപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നി. അവൾ ആ ഷാൾ മുഖത്തിനോട് ചേർന്ന് കെട്ടി. ശരിക്കും ഇനി മുഖം തിരിച്ചറിയില്ല, കണ്ണുകൾ മാത്രം കാണുന്ന രീതിയിൽ. ചെറുപ്പത്തിൽ ഒരുപാട് കാലം അങ്ങനെ ബുർക്കയിട്ടുകൊണ്ട് കളിച്ചിട്ടുണ്ട്. അതുപോലെ അവൾ അത് ചെയ്തു. അത് പഠിച്ചത് അത് വലിയൊരാശ്വാസമായി എന്നവൾക്ക് തോന്നി. പള്ളിയിൽ നിന്ന് അവൾ ധാരാളം വെള്ളം കുടിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ലൈറ്റും ഫാനും എല്ലാം ഓഫ് ചെയ്ത് അവളതാ ഇറങ്ങുന്നു. പഠിച്ചോനെ പൊറുക്കണേ. അവിടെ നിന്ന് ഒരുപാട് പർദ്ദകൾ കിടക്കുന്നതിനിടയിൽ ഒരു പർദ്ദ ഞാൻ ഇട്ടു, എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി, അല്ലാതെ ഒരിക്കലും വെറുതെയല്ല. അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. പർദ്ദയും ഹിജാബും അണിഞ്ഞ അവൾ ധൈര്യത്തോടെ അതാ ആ തെരുവിലൂടെ ഇറങ്ങി നടക്കുന്നു. ഇനി എൻ്റെ മുഖം കണ്ടാൽ ആരും മനസ്സിലാകില്ല എന്നവൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾക്ക് അല്പം ധൈര്യം കിട്ടിയ പോലെ തോന്നി. പക്ഷെ കുറച്ച് നടന്നപ്പോൾ അവൾക്ക് കാലുകൾ കുഴയാൻ തുടങ്ങി. ഛർദ്ദിക്കാൻ വരുന്നു. എന്തൊക്കെയോ അസ്വസ്ഥത. ഒരു നിമിഷം അവിടെ വഴിയിൽ വീഴും എന്നവൾക്ക് തോന്നിപ്പോയി. കാരണം ഇത് എനിക്കറിയാത്ത സ്ഥലമാണ്. എങ്ങോട്ട് പോകണം എന്നെനിക്ക് അറിയുന്നില്ല. അവൾ ആ പാതിരാത്രിയിൽ ആകെ കുഴഞ്ഞു പോയി. ഇനി എനിക്ക് ഒരടി നടക്കാൻ കഴിയില്ല. അവൾ അവിടെ തന്നെ ഒന്ന് കിടന്നാലോ എന്ന് കരുതി. തൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കെന്ത് പറ്റിയാലും വേണ്ടിയില്ല. എൻ്റെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞ് എനിക്ക്
താങ്ങായിട്ടും തണലായിട്ടും ഇനി അവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇതാരുടെ കുഞ്ഞെന്ന് ചോദിച്ചാൽ എൻ്റെ കുട്ടിയുടെ ബാപ്പ ആ കള്ളാടിയായ രാജേഷാണ് എന്നറിയുമ്പോൾ സമൂഹം എന്നെ വെറുക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഈ കുഞ്ഞിനെ കളയാൻ ഞാൻ തയ്യാറല്ല. അവൻ കണ്ടാൽ എന്നെ ചവിട്ടിക്കൊല്ലും, കുഞ്ഞിനെ ഇല്ലാതാക്കും. ഗുളിക വരെ കൊണ്ടുവന്ന് തന്നു. പാവം ആ അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിന്ന് രക്ഷപ്പെട്ടത്. എന്തൊക്കെയാണാവോ അവിടുത്തെ സ്ഥിതി? ആ അമ്മയെ കൊല്ലാക്കൊല ചെയ്യുന്നുണ്ടാവും. പഠിച്ചവനെ, ആ അമ്മക്ക് നീ ധൈര്യം കൊടുക്ക്. എന്നാൽ രാജേഷ് അവളെ തിരഞ്ഞ് അവിടെയാകെ പരക്കെ ആ ബുള്ളറ്റിൽ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ റോഡുകളിലൂടെയും അവൻ അലഞ്ഞു തിരിയുന്നു. 1-2 പ്രാവശ്യം അവൾ നടക്കുന്ന ആ ഒരു ഭാഗത്തു കൂടിയും അവൻ പാസ് ചെയ്തു. വണ്ടിയുടെ വെളിച്ചം കണ്ടതുകൊണ്ട് തന്നെ അവൾ ആ കുറ്റിക്കാട്ടിലേക്ക് പതുക്കെ മാറിയിരുന്നു. കണ്ടാൽ പിടിച്ചു കൊണ്ടുപോകും, അതെനിക്ക് ഉറപ്പുണ്ട്. റബ്ബേ, ഞാൻ എന്താ ചെയ്യുക? അവൾ വീണ്ടും നടക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും വേണ്ട, ജീവിക്കണമല്ലോ. മരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ഉമ്മ ഉപ്പ അവരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കായിരിക്കും. അവരുടെ അടുക്കലൊന്ന് എത്തിയിരുന്നെങ്കിൽ. റബ്ബേ, ഞാൻ എന്താ ചെയ്യുക? അവളുടെ കാലുകൾ കുഴഞ്ഞുകൊണ്ടേയിരുന്നു. ഇല്ല, ഇനിയൊരടി നടക്കാൻ കഴിയില്ല. അവൾ പതുക്കെ പതുക്കെ വേച്ചുകൊണ്ട് അവിടെ അതാ ഒരു ബസ് സ്റ്റോപ്പ് കാണുന്നു. ആ ഒരു ബസ് സ്റ്റോപ്പിൽ എങ്ങനെയെങ്കിലും എത്തിക്കിട്ടിയിരുന്നെങ്കിൽ ആ ബെഞ്ചിലൊന്ന് കിടക്കാമായിരുന്നു എന്നവൾ കരുതി. പക്ഷേ എത്തുന്നില്ല. അതിനു മുമ്പേ തന്നെ അവൾ ആ വഴിയിൽ വീണുപോയി. അവൾക്ക് ഒന്ന് എണീക്കുവാനോ ഒന്ന് കണ്ണുയർത്തുവാനോ കഴിയുന്നില്ല. അവളുടെ ബോധമത നഷ്ടപ്പെടുന്നു. കാരണം അത്രക്കും ഒരു സിറ്റുവേഷനിലാണ് അവൾ നടക്കുന്നത്. ഗർഭിണിയായ അവൾക്ക് ശരീരത്തിൻ്റെ ക്ഷീണവും മനസ്സിൻ്റെ ക്ഷീണവും എല്ലാം കൂടി അവൾക്ക് താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. അവൾ ഒരു നിമിഷം വിചാരിച്ചു, ഇല്ല, രാജേഷിൻ്റെ കയ്യിൽ ഞാൻ പെട്ടു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പഠിച്ചോനെ, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയത്? നീ പരീക്ഷണങ്ങൾ മാത്രമാണല്ലോ നൽകുന്നത്. എനിക്ക് എങ്ങോട്ടും എത്തിപ്പെടാൻ കഴിയുന്നില്ലല്ലോ. ആ പർദ്ദ അവൾക്ക് വലിയൊരു ആശ്വാസമായി തോന്നി. കാരണം അവളുടെ ശരീരവും മുഖവുമെല്ലാം അതിൽ മറഞ്ഞിരുന്നു. അവിടെ നിന്ന് പതുക്കെയൊന്ന് എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കഴിഞ്ഞില്ല. അവസാനം അവൾ അവിടെ തന്നെ കിടക്കുകയായിരുന്നു. രാജേഷ് കണ്ടാൽ പർദ്ദ വലിച്ചൂരി നോക്കും ആരാണെന്ന്. കാരണം അത്രക്കും അക്രമ സ്വഭാവമുള്ള ആളാണ് രാജേഷ്. താൻ എങ്ങനെ ഈ ചതിയിൽ പെട്ടുപോയി എന്നവൾ പലവട്ടം ചിന്തിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ ചെയ്യുക? എൻ്റെ ബുദ്ധിമോശം കൊണ്ട് മാത്രം. ഒരിക്കലും വിധിയെ ഞാൻ പഴിക്കുന്നില്ല. കാരണം വിധി അതിൽ ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ബുദ്ധി വിവേകവും പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ബുദ്ധി തന്നതുകൊണ്ട് തന്നെ അതിനുള്ള കുറ്റക്കാർ നമ്മൾ തന്നെയാണ്. പലപ്പോഴും വിധിയെ പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു മാറും. ഇതൊരിക്കലും വിധിയുടെ കണക്കിൽ ഞാൻ പെടുത്തുന്നില്ല. എൻ്റെ ബുദ്ധിമോശം കൊണ്ട് എനിക്ക് തിരിച്ചറിവ് തന്നിട്ടും ഞാനത് പഠിച്ചവൻ്റെ വാക്ക് കേൾക്കാതെ എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങി തിരിച്ചു, മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ട്. അതുകൊണ്ട് മാത്രം അവളുടെ സ്വപ്നങ്ങളിൽ ഓരോരോ ചിന്തകളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. വഴിയരികിൽ കിടക്കുന്ന പർദ്ദ ധരിച്ച ആ ഒരു പെണ്ണ്, അവളെ ആര് കണ്ടാലും ഒരു പക്ഷേ ഒന്ന് വിളിച്ചുണർത്താൻ നോക്കും. കാരണം അവളുടെ ആ മനോഹരമായ കാലുകൾ പർദ്ദക്കുള്ളിലൂടെ അത് കാണുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പള്ളി പൂട്ടി ഉസ്താദ് അതാ അതിലൂടെ ഇറങ്ങി വരുന്നു. സമയം കുറേ ആയിപ്പോയി. ഏകദേശം ഒരു 10-11 മണിവരെ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ആയിക്കോട്ടെ എന്ന് കരുതി അവിടെ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആരും വരുന്നില്ലെന്ന് കണ്ടാൽ അദ്ദേഹം പൂട്ടിപ്പോകും. അതാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. അയാൾ റോഡരികിലൂടെ അതാ നടക്കുകയാണ്. മുന്നിൽ അതാ ഒരു കറുത്ത രൂപം കിടക്കുന്നു. അയാൾ ഒരു നിമിഷം, ഇതൊരു പെണ്ണാണല്ലോ. നേരത്തെ പള്ളിയിലേക്കൊന്നും അവളാകാൻ ചാൻസ് ഇല്ല. അവൾ വേറെ ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. കൈയും കഴുത്തെ കാണുന്നത് അതാവില്ല. ഇതിപ്പോൾ ആരാ? ഇനിയിപ്പോൾ വല്ല ആക്സിഡൻ്റ് എങ്ങാനും പറ്റി തെറിച്ച് കിടക്കുകയാണോ? തൊടാനും പേടിയാ. ഇനിയിപ്പോൾ എന്താ റബ്ബേ ചെയ്യുക? ഞാൻ വിളിച്ചു നിർത്തിയാൽ ഒരു പക്ഷേ തൻ്റെ പേരെങ്ങാനും പറയുമോ? ആ ഒരു പേടിയും അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അതും പേടിയുണ്ട്. കേസ് നമ്മൾക്കാകുമോ എന്ന് കരുതിയിട്ട് അയാൾ അവളുടെ അടുക്കലൊന്ന് എത്തി ടോർച്ച് മുഖത്തേക്ക് അടിച്ചു നോക്കി. മുഖമാകെ മൂടിക്കെട്ടിയിരിക്കുന്നു. കുട്ടിയെ, എന്തി വഴിയിലെടുക്കണേ? അയാൾ അല്പം സ്നേഹത്തോടെയും അല്പം ഭയത്തോടെയും വിളിച്ചു. അവൾ കണ്ണു തുറന്നില്ല. എന്താ റബ്ബെ കാട്ടുക? ഇങ്ങനെ ഈ കുട്ടീനെ ഇവിടെ കണ്ടിട്ട് പോകണോ? ശരിയല്ലല്ലോ. പടച്ച റബ്ബ് ചോദ്യം ചെയ്യൂലേ? ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ വൈക്കിൽ കിടന്നിട്ട് എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ലാന്ന്? നാളെ ആർക്കേ ഇവർ വിധി വരിക പറയാൻ പറ്റൂലല്ലോ. എന്താ റബ്ബെ, ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ മുഖത്തേക്ക് നല്ല കുടഞ്ഞു നോക്കിയേനു.
അവിടെയാണെങ്കിൽ വെള്ളവുമില്ല. ഇപ്പോൾ പള്ളിക്ക് പോകാന്ന് വെച്ചാലും കുറേ അങ്ങോട്ട് നടന്ന് പോകണം. എനിക്ക് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നടന്നു തന്നെയാണ് പോകല്. ഇനിയിപ്പോൾ സുബൈന് മുമ്പായിട്ട് ഇങ്ങോട്ട് നടക്കും വേണം. ഞാൻ എന്താ റബ്ബേ ചെയ്യുക. വഴിയിലൂടെ പോകുന്ന ചില വണ്ടികൾക്കെല്ലാം അയാൾ കൈ കാണിച്ചു. പക്ഷെ ആരും നിർത്തിയില്ല. പ്രത്യേകിച്ച് അസമയത്ത് ഒരു വെളുത്ത ഡ്രസ്സിട്ട് ഒരാൾ കൈ കാണിക്കുമ്പോൾ അത് ആർക്കും വലിയൊരു ഇഷ്ടവും ഉണ്ടാവില്ല. കാരണം പറയാൻ പറ്റില്ലല്ലോ, പല പല ജിന്നിൻ്റെ കഥകളും എല്ലാം കേട്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ആളുകൾ. അതുകൊണ്ട് തന്നെ പേടിയുള്ളവരായിരിക്കും. അതുകൊണ്ടായിരിക്കും നിർത്താത്തത്. സമയം 10-11:30 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വീണ്ടും അയാൾ അവളെ വിളിച്ചു നോക്കി. കുട്ടിയെ ഒന്ന് കണ്ണു തുറന്നുകൊണ്ട് കുട്ടിയെ. പഠിച്ചോനെ, മരിച്ചെങ്ങാനും ചെയ്തിക്കണോ? ഇനിയിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ തലയിലെങ്ങാനും ആവും. പക്ഷെ ഇട്ടിട്ട് പോകാനും തോന്നില്ല. അവൾ അനങ്ങാതെ അവിടെ കിടക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. പല വണ്ടികൾക്കും കൈ കാണിച്ചിട്ടും അയാൾക്ക് കയറാനാണെന്ന് കരുതി പലരും നിർത്താതെ പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അയാൾക്ക് പോകാനും വയ്യ, അവിടെ നിൽക്കാനും ചെയ്യുക. അങ്ങനത്തെ അവസ്ഥയായി. പെട്ടെന്നതാ ഒരു ഗുഡ്സ് വാഹനം അതിലേ വരുന്നു. അതിനെയും അയാൾ കൈയാട്ടി. വണ്ടി അല്പം മുന്നോട്ട് പോയി. വീണ്ടും അതാരാ ഒരു ഉസ്താദ് അവിടെ കൈയാട്ടില്ലോ എന്ന് പറഞ്ഞ് അവർ ബാക്കിലേക്ക് തന്നെ റിവേഴ്സ് എടുത്ത് വന്നു. എന്താ, പോകാനാണോ? അല്ല, ഒരു കുട്ടിയുടെ വഴിയിൽ കിടക്കണ്ടേ, അതിനൊന്ന് തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് കുടഞ്ഞ് നീപ്പിച്ചാനായിരുന്നു. തലയിലാവോ ഉസ്താദെ? അല്ല, ഇതിപ്പോൾ നിങ്ങൾ കൊടുന്നതാണോ ഈ പെണ്ണിനെ? ഉസ്താദിനോട് മോശപ്പെട്ട ആ ഒരു വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ, വഴിയിൽ ആര് കിടക്കുകയാണെങ്കിലും അവർക്കൊരു തുള്ളി വെള്ളം കൊടുത്ത് നീപ്പിച്ചതാണ് നമ്മളെ കടമ. അല്ലാതെ എൻ്റെ അങ്ങനത്തെ ചിന്താഗതി ഉള്ളവരല്ല മനുഷ്യന്മാർ മുഴുവനും. ആർക്കറിയാം, ഉസ്താദ് ആ പെണ്ണിനെ ചാടിച്ചു കൊടുന്നതാണോ എന്ന് ആർക്കറിയാം. അതൊന്നും പറയാൻ പറ്റൂല, ഇപ്പം അതല്ലേ കാലം. അയാളുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി തൽക്കാലം. ആ കുട്ടിയോടെ കിടക്കണം കണ്ടപ്പോഴാണ് ഞാനൊന്ന് എല്ലാ വണ്ടികൾക്കും കൈ കാട്ടിയപ്പോൾ ഞാൻ പള്ളി അടച്ചു വരികയാണ്. അപ്പോഴാണ് ഈ ഒരു രംഗം കണ്ടത്. ഉസ്താദേ, നിങ്ങൾക്ക് അറിയില്ലട്ടോ, അതിനെങ്ങനെ എന്തെങ്കിലും പറ്റിക്കണ്ടേ? നമ്മളെ തലയിലാണ് കേസാണ്. എവിടെ നിന്ന് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മൾ കൊന്നിട്ടുന്ന് വരെ കേസ് വരും. നിങ്ങൾ വണ്ടി വിടി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുഡ്സ് അതാ നേരെ പോകുന്നു. അയാൾക്ക് ശരിക്കും സങ്കടം തോന്നിയ നിമിഷം. പഠിച്ചോനെ, ഈ കാലത്തൊരു കുട്ടീനെ ജീവൻ രക്ഷിക്കാനും പറ്റൂല, എന്നാലോ രക്ഷിക്കാതിരിക്കാനും പറ്റൂല. എന്താ റബ്ബേ ഞാൻ കാട്ടുക? ഒരു വഴി ചേർക്കിക്കൊണ്ട അദ്ദേഹം ആ പാതിരാത്രി അവിടെ നിന്ന് ദുആ ചെയ്തു. ആ പെണ്ണിനെ ഇട്ടിട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ അഥവാ പോയാൽ തന്നെ വല്ല ജന്തുക്കളും കടിച്ചു കൊണ്ടുപോവുക, ആ ഒരു പേടിയുണ്ട്. കണ്ടിട്ട് എൻ്റെ മോളൊക്കെ പ്രായമുള്ള ഒരു കുട്ടിയാണ്. പഠിച്ചോൻ കാക്കട്ടെ. ഒരു ഓട്ടോറിക്ഷക്കാരനെങ്കിലും ഒന്നും കിട്ടിയിരുന്നെങ്കിൽ പെരീക്കൊന്നാണ് കൊണ്ടുപോയാൽ മതിയായിരുന്നു. എന്നിട്ട് തുള്ളി വെള്ളം കൊടുത്താൽ അതെങ്കിലായിരുന്നു. ഇനിയിപ്പോൾ ആരെ വിളിക്കും? അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ ഫോണ് അയാൾ അതിൽ നമ്പർ ഞെക്കി ഞെക്കി ഒരു ഓട്ടോക്കാരൻ്റെ നമ്പർ അതാ എടുക്കുന്നു. ഹലോ സുലൈമാനെ, ഇജ്ജ് എവിടെ, ഉറങ്ങിയോ? മൊല്ലാക്ക, എന്തേ? അല്ലേ, ഇജ്ജ് ആ പള്ളിൻ്റെ അവിടെ കൊന്നുകൊണ്ട് വരുമോ? ഞാൻ നിൽക്കണേ. എന്തേ മൊല്ലാക്ക ഈ നേരത്ത്? അതല്ലേ, ഒരു കുട്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ആ കുട്ടീനെ ഒന്നാണ് കൊണ്ടാകാനായിരുന്നു. മൊല്ലാക്ക, നിങ്ങളെ തലയിലാണ് കേസ് ഓരോന്ന് എടുത്തിടലിട്ടോ. എന്തായാലും വേണ്ടിയില്ല, പഠിച്ചോ എന്തൊക്കെ കാണുന്നുണ്ടല്ലോ. ഈ ഇങ്ങോട്ട് വാ, എന്തുണ്ടെങ്കിലും ഞാനാ ഡേറ്റ് എടുത്തോളാം. ഈ ഇങ്ങോട്ട് പോര്. ആയിക്കോട്ടെ, നമ്മളൊരിക്കലും ഉത്തരവാദി ആവില്ലട്ടാ. ഈ കാര്യത്തിന് മുഴുവൻ ചുമതലങ്ങളെ ഏറ്റെടുക്കേണ്ടി വരും. ആയിക്കോട്ടെ, ഇങ്ങോട്ട് വാ. അങ്ങനെ അതാ സുലൈമാൻ അയാളുടെ പള്ളി ലക്ഷ്യമാക്കി വരുന്നു. കുറച്ച് ദൂരമുണ്ട് എങ്കിലും അദ്ദേഹം ഓട്ടോക്കൊന്നും പോവാറില്ല. വണ്ടി അതാ അവിടെ എത്തുന്നു. പഠിച്ചോനെ, എൻ്റെ മൊല്ലാക്ക, നിങ്ങൾ എന്ത് പണി എങ്ങനെയൊക്കെ എടുക്കണേറ്റങ്ങളൊക്കെ നമ്മൾ പെരീ കൊണ്ടുപോവുക? പെരീക്കോ ആശുപത്രിക്കോ എവിടുക്കായാലും വേണ്ടിയില്ല. ഇജ്ജ് വണ്ടി അതിനൊന്ന് പിടിച്ചാജ് കൊണ്ടാ, ഞാനും താങ്ങാം. ഇതതിനത്ര കനൊന്നുമില്ല മൊല്ലാക്ക, ജീവണ്ട എന്താന്നാവല്ലേ. ഇജ്ജ് വണ്ടി കയറ്റ്. അവളെ വാരി എടുത്തുകൊണ്ട് അതാ ആ ഓട്ടോയിൽ കയറുന്നു. പെരീ ചെന്നിട്ട് തുള്ളി വെള്ളം കൊടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോവുക. ഇജ്ജ് നടന്നോട് പെരീക്ക്. മൊല്ലാക്കയുടെ വീട്ടുമുറ്റത്തേക്ക് അതാ ആ വണ്ടി കയറി ചെല്ലുന്നു. മൊല്ലാക്കയുടെ ഭാര്യ പാവം ആ വല്യമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പഠിച്ചവനെ, ഞാൻ ആകെ ബേജാറായിപ്പോയി. എവിടെയായിരുന്നു? എന്തിപ്പോൾ ഓട്ടോയിലൊക്കെ വന്ന് റഹ്മാനെ? കുൽസുവോ? ഇതിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി വഴിയരികിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോളേ, പഠിച്ചോനെ, അതിനൊക്കെ ഇങ്ങോട്ട് കൊടുന്നേക്കുക നിങ്ങൾ? അല്ലേ, നമ്മൾ രക്ഷിക്കണ്ടേ? നമുക്ക് ഏതായാലും മക്കളൊന്നും ഇല്ലല്ലോ. ഇവിടുന്ന് തുള്ളി വെള്ളം കൊടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. സുലൈമാൻ തന്നെ അവളെ അതാ താങ്ങിയെടുത്ത് ആ വരാന്തയിലേക്ക് ഇരുത്തുന്നു. കയറിലുള്ള പടിമക്കുണ്ട് കെടുത്തിക്കാളെ മോനെ. പഠിച്ചോനെ, എന്തൊക്കെയാണ് ഈ കാണുന്നത്? ഉമ്മ പെട്ടെന്ന് തന്നെ ഓടിക്കൊണ്ട്
ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കൊണ്ടുവന്നു. ഇതൊന്ന് മുഖത്ത് കുടഞ്ഞു നോക്കി. അവളുടെ ആ ഷാള് ഉമ്മ പതുക്കെ അഴിച്ചെടുത്ത് മുഖത്ത് കുടഞ്ഞു. അല്ലാ, ഞാൻ എവിടെയാണിത്? മോളെ, കുട്ടി റോട്ടുമക്കത്ത് കിടക്കരുന്നാ പറഞ്ഞത്. കുട്ടിൻ്റെ വീട് എവിടെ? എന്നാ ഈ വെള്ളം കുടിച്ചാളി. അവൾ പതുക്കെ എഴുന്നേറ്റിരുന്നു. നല്ല സുന്ദരിയായ ഒരു മോള്. റബ്ബേ, ഈ കുട്ടീൻ്റെ ഉമ്മയും ബാപ്പയ്ക്ക് എവിടെയെന്നാവോ? പർദ്ദയൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ ആ ഉമ്മാക്ക് പെരുത്ത് സന്തോഷമാകാണ്. നല്ല ദീനിയായ കുട്ടിയാണ്, കണ്ടാൽ തന്നെ അറിയാം. കണ്ടില്ലേ പർദ്ദ എന്തൊക്കെ ഇട്ടിക്കണ്? മോളുടെ വീട് എവിടെ? അവൾക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല. അവൾ ആ വെള്ളം ധാരാളമായി വീണ്ടും കുടിച്ചു. മോളെ, വീടും സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ആക്കി തരേനു. കുട്ടി എന്തിനങ്ങനെ ഇടങ്ങാറായി നിൽക്കണ്? അവൾ കരയുവാൻ തുടങ്ങി. എടി കുൽസോ, ഒപ്പം തന്നെ ചോദിക്കണ്ട, കുറച്ച് കഴിഞ്ഞോട്ടെ. ഓളൊന്ന് റിലാക്സ് ആയിക്കോട്ടെ. ഓൾക്ക് തിന്നാൻ തേച്ച് കൊടുക്ക്. ഇക്ക, നിങ്ങൾക്ക് കഞ്ഞിയല്ല ഇഷ്ടം? കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിക്കണ്. അതെങ്കിലും കുറച്ച് ഓൾക്ക് കൊടുക്ക്. ആ ഉമ്മ അതാ കഞ്ഞി വിളമ്പി കൊടുക്കുന്നു. അതിൽ ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട ചേമ്പിൻ കൂട്ടാനും ഉണ്ടാക്കിയിരുന്നു. അതും കൂട്ടി അവൾ ആ കഞ്ഞി കുടിച്ചപ്പോൾ ശരിക്കും അവളുടെ വീടാണ് അവൾക്ക് ഓർമ്മ വന്നത്. റബ്ബേ, വിശന്ന് വലയുന്ന എൻ്റെ വയറ്റിലേക്ക് ഭക്ഷണം പഠിച്ചോനെ, അൽഹംദുലില്ലാ. എന്തായാലും നല്ല വീട്ടുകാരിടയിലാണ് ഞാൻ എത്തിപ്പെട്ടത്. ഒരു പള്ള നിറച്ച് കഞ്ഞി കുടിച്ചോളി, ആ പിതാവ് പറഞ്ഞു. പിന്നെ കുട്ടിൻ്റെ ഊരും പേരൊക്കെ നമ്മൾ കണ്ടെത്തിരി കൊണ്ടാക്കട്ടാ. ഇന്നിപ്പം ഇനിയിപ്പോൾ നട്ട പാതിരായി. സുലൈമാനെ, ഇജ്ജ് പൊയ്ക്കോ. ഓളെ ബോധമൊക്കെ തെളിഞ്ഞിക്കണ്. ഇപ്പോൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി നാളെ രാവിലെ നോക്കാം. മോളെ, ആ പർദ്ദൊക്കെ നല്ല ഊരിട്ടാളാ. ഉമ്മ ആ ഒരു പർദ്ദയെല്ലാം അവൾക്ക് അയച്ചു കൊടുത്തപ്പോൾ, കുട്ടിയുടെ പള്ളിക്കൽ നിസ്കരിക്കാൻ വന്ന കുട്ടിയല്ലേ? അവൾ ശരിയെന്ന് തലയാട്ടി. ഒരിക്കലും ആ വീട്ടുകാർക്ക് അറിയില്ല ഇത് മറ്റൊരുത്തൻ്റെ ഒരു മുസ്ലിമിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ പെണ്ണാണ്, ഗർഭിണിയാണ് എന്നുള്ള കാര്യമൊന്നും ആ പാവങ്ങൾക്ക് അറിയുന്നേയില്ല. അവർ നല്ല രീതിയിൽ അവളെ സ്വീകരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ഒരു റൂം കാണിച്ചു കൊടുത്തു. മോളെ, ആ റൂമിൽ പോയി കിടന്നോ, നേരം വെളുത്തിട്ടൊക്കെ പോവട്ടോ. ഇക്ക, എൻ്റെ മനസ്സൊക്കെ പേടിയും ബേജാറൊക്കെ ഉണ്ട് കേട്ടോ. ഈ പേടിക്കൊന്നും വേണ്ട. അതന്നല്ലേ പഠിച്ച റബ്ബ് ഞമ്മക്കായിട്ട് നമ്മളെ കൺമുമ്പിൽ എത്തിച്ചെന്നതായിരിക്കാരം. എന്നാലെങ്കിലും ആ കുട്ടി രക്ഷപ്പെട്ടല്ലോ. ഭക്ഷണം കഴിച്ച് ആ രാത്രിയിൽ അവൾ പെട്ടെന്നുറങ്ങി. ഒരു ഖുർആൻ പാരായണം കേട്ടുകൊണ്ടാണ് അവൾ ഉണർന്നത്. പഠിച്ചോനെ റബ്ബേ, ഞാൻ എവിടെയാണ്? ഖുർആൻ പാരായണമല്ലോ കേൾക്കുന്നത്. ആ ഉമ്മ തഹജ്ജുദിന് വേണ്ടി നിസ്കരിച്ച് ഖുർആൻ ഓതുകയായിരുന്നു. ഉപ്പ എപ്പോഴും പള്ളിയിലും പോയിട്ടുണ്ടാവും. അല്ലാ, ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ടാണല്ലോ ഞാൻ അയാളുടെ കൂടെ പോയത്. റബ്ബേ, എനിക്കറിയുന്നില്ല ഞാൻ എങ്ങോട്ടാണ് പോവുക. എൻ്റെ വീട്ടിൽ വന്നാൽ അവരെന്നെ സ്വീകരിക്കോ അതെനിക്ക് അറിയുന്നില്ല. പഠിച്ചോനെ, ഓക്കാനും ഛർദിയൊന്നും ഉണ്ടാകാൻ മതിയായിരുന്നേ. അങ്ങനെയാണെങ്കിൽ ഇവരെന്നെ തെറ്റിദ്ധരിക്കും. പഠിച്ചോൻ കാക്കട്ടെ. പള്ളിയിൽ നിന്ന് മനോഹരമായ ആ സുബഹിൻ്റെ ബാങ്കുലി ഇങ്ങനെ കേൾക്കുമ്പോൾ അവൾക്ക് എവിടേക്കോ കേട്ട ഒരു ശബ്ദമാണ് അവൾക്ക് ഓർമ്മ വന്നത്. റബ്ബേ, നല്ല പരിചയമുള്ള ബാങ്ക്, നല്ല പരിചയമുള്ള ശബ്ദം. പഠിച്ചോനെ, എനിക്ക് ഹിദായത്ത് നീ തിരിച്ചു തരണം റഹ്മാനെ. ഒരിക്കലും എനിക്ക് കാഫിറായി മരിക്കാൻ ആഗ്രഹമില്ല റഹ്മാനെ. എത്ര മനോഹരമാണ് ആ ബാങ്ക്. ജസീനയുടെ സ്ഥിതി ഇനി എന്തായിത്തീരും എന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം കേട്ടോ.